എല്ലാവർക്കും റിഡക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലേബർ തിയറി ഓഫ് വാല്യൂയെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട്. ലേബർ തിയറി ഓഫ് വാല്യൂ പറ്റി ഞാൻ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ നടത്തിയിരുന്നു. പിന്നെ വിശ്വനാഥൻ CVN നടത്തിയ ഒരു പ്രഭാഷണത്തിലെ ചില വിമർശനങ്ങൾക്ക് മറുപടി ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു CVN ലേബർ തിയറി ഓഫ് വാല്യൂയെ പറ്റി ഇനി 2 വിമർശനങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബാക്കി വന്ന 2 വിമർശനം കൂടെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ CVN ഈ ഒരു ലേബർ തിയറി ഓഫ് വാല്യൂയെ പറ്റി വയ്ക്കുന്ന അടുത്ത ഒരു വിമർശനം എന്ന് പറയുന്നത് പോപ്പറിൻ്റെയാണ്. ചരക്കുകളുടെ അധ്വാന നിർമ്മിത മൂല്യം ഒരു കേവല ഭാവനാ സൃഷ്ടിയാണെന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഇതാണ്. പോപ്പർ പറഞ്ഞ ഉദാഹരണം. അപ്പോൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിട്ട് അയാളുടെ തൊഴിൽ സമയം കുറഞ്ഞു, ഒരു 6 മണിക്കൂറായി. അയാളുടെ ഇൻകം കൂടി ചെയ്യുന്നത്, അല്ല ഇൻകം അത് ഈ തൊഴിൽ സമയം കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി അതിനനുസരിച്ച് അയാൾ ഇൻകം കൂടിയെന്നല്ലേ അർത്ഥം. എന്ന് വെച്ചാൽ 6 മണിക്കൂർ പണിതാൽ മതി. 8 മണിക്കൂർ ചെയ്ത ജോലി 8 മണിക്കൂർ നേരത്തെ ജോലി ചെയ്യുന്നതിന് പകരം ഇപ്പോൾ 6 മണിക്കൂർ ജോലി ചെയ്താൽ അതേ കൂലി കിട്ടുന്ന അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കും. അത് നല്ലൊരു കാര്യമാണ്. തൊഴിലാളി സന്തോഷിക്കാനും വേണ്ടി. കാരണം 2 മണിക്കൂറായി എക്സ്ട്രാ കിട്ടണം, പൈസ അതേ കിട്ടണം. എന്നാൽ അധ്വാന മൂല്യം എന്ന പ്ലാറ്റോണിക് സിദ്ധാന്തം അനുസരിച്ച് ചിന്തിച്ച് നോക്കിയാൽ അയാൾ ദുഃഖിക്കണം. അതാണ്, ദുഃഖിച്ചേ പറ്റൂ. നിയമപ്രകാരമാണെങ്കിൽ ദുഃഖിക്കണം, സന്തോഷിക്കാൻ പാടില്ല. കാരണം എന്താണ്? വസ്തുക്കളിൽ കൺജീൽഡ് ലേബർ ടൈമാണ്, ഘനീഭൂതമായ അധ്വാന സമയമാണ് മൂല്യവത്താക്കുന്നതെങ്കിൽ, കാരണം അങ്ങനെയാണല്ലോ നേരത്തെ പറഞ്ഞത്. ഒരു സാധനം വേറൊരു സാധനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, ഇരുമ്പിനെയും ഗോതമ്പിനെയും എക്സ്ചേഞ്ച് ചെയ്യുമ്പം ഇതിലടങ്ങി അധ്വാനത്തെയാണല്ലോ എൻ്റെ ഒരു മൂന്നാമതൊന്നായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര അധ്വാന സമയത്തിന് ഇത്ര അധ്വാന സമയമാണ്. അപ്പോൾ ഇയാൾ 6 മണിക്കൂർ അധ്വാനം പകരം നൽകേണ്ട ഒരു വസ്തുവിൻ്റെ മൂല്യം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ്, 8 മണിക്കൂർ നൽകേണ്ട വസ്തുവിനേക്കാളും കുറവായാലേ പറ്റൂ. അപ്പോൾ നേരത്തെ 8 മണിക്കൂർ അധ്വാനം പകരം കൊടുത്ത് വാങ്ങിയ ചരക്കുകൾക്ക് മൂല്യം ഇപ്പം കേവലം 6 മണിക്കൂറായി ചുരുങ്ങിയിരിക്കുന്നു. എന്തൊരു മൂല്യത്തകർച്ച എന്ന് ശരിക്കും ഈ തിയറി പ്രകാരം ഒരാൾ സങ്കടപ്പെടണം. അങ്ങനെ ആരും സങ്കടപ്പെടുന്നില്ല. കേട്ടല്ലോ, പോപ്പർ പറയുകയാണ് അത്രേ, ലേബർ തിയറി ഓഫ് വാല്യൂ ശരിയാണെങ്കിൽ ഈ തൊഴിലാളികളുടെ അധ്വാന സമയം കുറയുകയും വേതനം കൂടുകയും ചെയ്യുമ്പോൾ അവർക്ക് വിഷമമല്ലേ വരേണ്ടത്. പക്ഷെ അങ്ങനെ നടക്കുന്നില്ലല്ലോ. കാരണം അധ്വാനിക്കുന്നതാണല്ലോ മൂല്യം. അധ്വാനിക്കുന്നത് മൂല്യമാണെങ്കിൽ കുറവ് അധ്വാന സമയമാകുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം വരേണ്ടതല്ലല്ലോ. കാരണം കൂടുതൽ അധ്വാനിക്കുമ്പോഴാണല്ലോ കൂടുതൽ മൂല്യം ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ നടക്കുന്നത് നമ്മൾ കാണുന്നില്ല. അങ്ങനെ എന്തുകൊണ്ട് നടക്കുന്നു എന്നതാണ്. വിമർശനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ട ഒരു പാറ്റേൺ പറയാം. കാൾ പോപ്പറാണ് കേരള യുക്തിവാദി മണ്ഡലത്തിലെ മാർക്സിസ്റ്റ് വിമർശന ദൈവം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കാണുന്നവരെല്ലാം കാൾ പോപ്പർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ മാർക്സിസ്റ്റ് വിമർശനങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് എങ്ങനെ നടക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ കാൾ പോപ്പറിന് മാർക്സിസം മനസ്സിലായില്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. കാൾ പോപ്പർ പറഞ്ഞ പല കാര്യങ്ങളും മാർക്സിസത്തിൻ്റെ മിസ്റെപ്രസൻറ്റേഷനാണ്. നമ്മുടെ സമൂഹത്തിലെ യുക്തിവാദികൾ കാൾ പോപ്പർ പറഞ്ഞത് അതേമാതിരി തന്നെ കൺട്രോൾ C കൺട്രോൾ V അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ മാർക്സിസത്തെക്കുറിച്ച് പറയുമ്പോൾ കാൾ പോപ്പർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്ന കാണാം. എനിക്ക് അവരോട് പറയാനുള്ള, കാൾ പോപ്പർ പറഞ്ഞതിനും മറുപടിയായിട്ട് പല മാർക്സിസ്റ്റ് ലിറ്ററേച്ചർ വന്നിട്ടുണ്ട്. കാൾ പോപ്പർ പറഞ്ഞതൊക്കെ പലതും അബദ്ധധാരണകളായിരുന്നു എന്നും കാൾ പോപ്പർ മാർക്സിസം തന്നെ മനസ്സിലാവാതെ പുള്ളിക്ക് തോന്നിയ കുറേ വിമർശനങ്ങൾ എഴുതിയതാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ യുക്തിവാദികളോടും മാർക്സിസ്റ്റ് വിമർശകരോടും പറയാനുള്ളത്, കാൾ പോപ്പറിനെ റെഫർ ചെയ്യുന്നത് നിർത്തുക. അല്ലെങ്കിൽ കാൾ പോപ്പർ പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്താണെന്ന് മറ്റു മാർക്സിസ്റ്റുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, നമുക്ക് ഈ ഒരു വാദത്തിലേക്ക് കടക്കാം. വർക്കേഴ്സിൻ്റെ സന്തോഷം. പോപ്പറിന് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂല്യ തകർച്ച എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിരിക്കണം ലേബർ തിയറി ഓഫ് വാല്യൂ പ്രകാരം എന്ന ഒരു അസംഷനാണ് പുള്ളി എടുത്തിരിക്കുന്നത്. പക്ഷേ ലേബർ തിയറി ഓഫ് വാല്യൂ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. വസ്തുക്കളുടെ മൂല്യം കുറയുന്നത് നല്ല കാര്യമാണെന്നാണ് ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത്. എന്തുകൊണ്ടാണ് മൂല്യത്തകർച്ച നല്ലൊരു കാര്യമാണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. മൂല്യം എന്ന് പറയുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ അധ്വാന സമയം. ഒരു സമൂഹത്തിന് ഒരു ചരക്കുണ്ടാക്കാനുള്ള ആവറേജ് അധ്വാന സമയമാണ് മൂല്യം എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ കേൾക്കാം. അപ്പോൾ ഈ ആവറേജ് അധ്വാന സമയം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യം? എന്താണ് അതിൻ്റെ ഉത്തരം? ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ ആവറേജ് അധ്വാന സമയം കുറയ്ക്കുക എന്നതാണ്. ഒരു ചരക്കുണ്ടാക്കാൻ ഒരു സമൂഹത്തിന് ആവറേജ് അധ്വാന സമയം കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സമൂഹം മെച്ചപ്പെടുന്നു എന്നതാണ്. കാരണം ആ സമൂഹത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി കുറവ് സമയം അധ്വാനിച്ചാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സമൂഹത്തിന് നിലനിൽക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും അവർക്ക് വർക്ക് ചെയ്യേണ്ട, അവർക്ക് ബാക്കി സമയങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അധ്വാന സമയം കുറയുന്നത് നല്ല കാര്യമാണ്, മൂല്യം കുറയുന്നത് നല്ല കാര്യമാണ്. ഒരു ചരക്കിൻ്റെ മൂല്യം കുറയുക എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ചരക്ക് ഉണ്ടാക്കാൻ ആ സമൂഹത്തിനധികം കഷ്ടപ്പാടുകളില്ല എന്നതാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ പറഞ്ഞിരുന്നു, ഒരു ചാക്ക് അരിയുടെ മൂല്യം പണ്ട് കാലത്ത് വളരെ അധികമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ചാക്ക് അരിക്ക് അത്ര മൂല്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഇന്ന് ഒരു ചാക്ക് അരി ഉണ്ടാക്കാൻ അത്ര അധ്വാനിക്കേണ്ടി വരുന്നില്ല. ടൂൾസും ടെക്നോളജിയുടെയും ഡെവലപ്മെൻറ്റോട് കൂടി തന്നെ
വളരെ കുറച്ച് ഒരു ആവറേജ് അധ്വാന സമയം മതി ഒരു ചാക്ക് അരി ഉണ്ടാക്കാൻ. സമൂഹത്തിൻ്റെ ഓൺ ആൻ ആവറേജ് എടുക്കുമ്പോൾ ഒരു സമൂഹത്തിന് ഒരു ചാക്ക് അരി ഉണ്ടാക്കാൻ ഉള്ള അധ്വാനം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല കാര്യമാണ്. സോഷ്യലിസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പ്രൊഡക്ഷൻ നടക്കണം വളരെ കുറവ് അധ്വാനത്തിലൂടെ. അപ്പോൾ ഒരു തൊഴിലാളിക്ക് കുറവ് സമയം മാത്രം പണിയെടുത്താൽ മതി, കൂടുതൽ കൂലി കിട്ടുന്നു എന്ന് പറയുന്നത് ബാക്കി സമയം ആ തൊഴിലാളിക്ക് അവൻ്റെ ജീവിതത്തിലെ ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാം. കാരണം വളരെ കുറച്ച് സോഷ്യലി നെസസറി ലേബർ ടൈം ആ സമൂഹത്തിൽ സ്പെൻഡ് ചെയ്താൽ മതി ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോൾ കാൾ പോപ്പറിന് ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, കാൾ പോപ്പറിന് ലേബർ തിയറി ഓഫ് വാല്യൂ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാൾ പോപ്പറിന് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അത് അതേമാതിരി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ യുക്തിവാദികൾ. അവർക്കും മനസ്സിലായിട്ടില്ല എന്ന ഒരു ഖേദകരമായ ഒരു 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 അവസ്ഥയിലാണ് നമ്മുടെ ഈ മാർക്സിസ്റ്റ് വിമർശന ചിന്താമണ്ഡലം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ തിയറി ഓഫ് വാല്യൂയുടെ ശരിവെക്കലാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ ട്രൈബൽ സൊസൈറ്റീസിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചിലപ്പം ഈ ഒരു ചാക്കരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യഞ്ജനങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുള്ള സമയം കൂടുതലായിരിക്കും, ഒരു ആവറേജ് സമയം കൂടുതലായിരിക്കും. കാരണം അവർ ടൂൾസ് ആൻഡ് ടെക്നോളജീസ് കുറവാണ്. അപ്പോൾ അവിടെ ഒരു ചാക്കരിക്കൊക്കെ ഭയങ്കര മൂല്യമുണ്ട്. പക്ഷേ നിങ്ങൾ അവർക്ക് ടൂൾസ് ആൻഡ് ടെക്നോളജീസും അതിനുള്ള അറിവും കൊടുത്ത് അങ്ങനെ കുറവ് സമയത്തിനുള്ളിൽ കൂടുതൽ അരിച്ചാക്കുകൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവർ സന്തോഷിക്കും. ലേബർ തിയറി ഓഫ് വാല്യൂയുടെ ഒരു ശരിവെക്കലാണ്. കാരണം എന്താണ്, അവിടെ അരിയുടെ മൂല്യം കുറയുകയാണ്. കാരണം എന്താണ്, ഒരു സമൂഹത്തിന് ആവറേജ് അധ്വാന സമയം കുറയുകയാണ് ഒരു ചാക്കരി ഉണ്ടാക്കാൻ. അവർക്ക് ബാക്കി സമയം അവരുടെ ആനന്ദകരമായിട്ടുള്ള ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലേബർ തിയറി ഓഫ് വാല്യൂ പ്രകാരം നമ്മൾ ചരക്കുകളുടെ മൂല്യം കുറയ്ക്കുകയാണ് വേണ്ടത്. ലേബർ തിയറി ഓഫ് വാല്യൂ പ്രകാരം തൊഴിൽ സമയം കുറയുന്നത് നല്ല കാര്യമാണ്, വേജസ് കൂടുന്നതും നല്ല കാര്യമാണ്. അപ്പോൾ തൊഴിലാളികൾ സന്തോഷിക്കുന്നതും എക്സ്പെക്റ്റഡ് ആണ്. അത് ഇതിനുമായിട്ട് കോൺട്രഡിക്ടറി അല്ല. ബേസിക്കലി അധ്വാന സമയം കുറയ്ക്കുക എന്നത് തന്നെയാണ് നല്ലൊരു കാര്യം. കാരണം കുറവ് അധ്വാനം കൊണ്ട് മാക്സിമം ഉൽപ്പാദനം നടക്കുന്നു. ബാക്കി സമയം തൊഴിലാളികൾക്ക് അവർക്കിഷ്ടമുള്ള, അവർക്ക് വ്യക്തിപരമായി എന്താണോ താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള സമയം കിട്ടുന്നു. അവരുടെ ജീവിതം മൊത്തം അവരുടെ ബേസിക് സബ്സ്റ്റിനൻസിന് വേണ്ടി പോകുന്നില്ല. ഇന്ന് നമ്മൾ കണ്ടില്ലേ, 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ കഷ്ടപ്പെട്ട് മനുഷ്യർ ജോലി ചെയ്യുകയാണ്. ചില ആളുകൾ ഓവർ ടൈം എടുക്കുകയാണ്. അതായത് അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ടൈമും ഉൽപ്പാദനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അത് കുറയുകയല്ലേ വേണ്ടത്? അത് കുറയുന്നതാണ് നല്ല കാര്യം. കാരണം അത് കുറയുമ്പോൾ എന്താണ്, വാല്യൂ കുറവ്, അവരുടെ പ്രൊഡക്ട്സിൻ്റെ വാല്യൂ കുറയ്ക്കുക. കുറവ് പണി കൊണ്ട് മാക്സിമം ചരക്കുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സമൂഹം മാറുക. അതിനുള്ള ടൂൾസ്, ടെക്നോളജി ഒക്കെ നടത്തുക. ചൈന അതുകൊണ്ടാണ് ഇന്ന് സക്സസ്ഫുൾ ആയത്. ചൈന പ്രൊഡക്ഷൻ കൂട്ടി, ഉൽപ്പാദനം കൂട്ടി, പ്രൊഡക്ടിവിറ്റി കൂട്ടി. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ചരക്കുകളാണ് അവർ സമൂഹത്തിനുണ്ടാക്കുന്നത് ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഇന്ന് ചൈന ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി മാറിയതും ചൈന ഇങ്ങനെ ഇത്രയും വലിയ ഡെവലപ്ഡ് രാജ്യമായി മാറിയത് എങ്ങനെയാണ്, വളരെ കുറവ് സമയം കൊണ്ട് കൂടുതൽ ചരക്കുകൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ചൈന ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്ഷൻ മറ്റ് രാജ്യങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുക, വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുക എന്നത് സോഷ്യലിസത്തിൻ്റെ ഒരു എയിം തന്നെയാണ്, ഒരു ലക്ഷ്യം തന്നെയാണ്. അത് ലേബർ തിയറി ഓഫ് വാല്യൂ ആയിട്ട് വിരുദ്ധമായ സംഭവമൊന്നുമല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന വിമർശനം. കാൾ മാർക്സിൻ്റെ കൂലിയും വിലയും ലാഭവും എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്തു കാണിച്ചിട്ടാണ് അദ്ദേഹം ഇത് സംസാരിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയും, മാർക്സ് പറയുന്നത് എന്താ കൃത്യമായിട്ട്, അധ്വാനത്തിൻ്റെയോ മറ്റേതൊരു ചരക്കിൻ്റെയോ മൂല്യത്തെ അന്തിമമായി നിർണ്ണയിക്കുന്നത് സപ്ലൈയും ഡിമാൻഡുമാണ് എന്ന ധാരണ പാടേ തെറ്റാണ്. അദ്ദേഹം കംപ്ലീറ്റ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിദ്ധാന്തമേ ശരിയല്ല എന്ന് കൃത്യമായിട്ട് മാർക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അധ്വാനത്തിൻ്റെയോ മറ്റേതൊരു ചരക്കിൻ്റെയോ മൂല്യത്തെ അന്തിമമായി നിർണ്ണയിക്കുന്നത് സപ്ലൈയും ഡിമാൻഡുമാണ് എന്ന ധാരണ പാടേ തെറ്റാണ്. ഈ സപ്ലൈ ഡിമാൻഡ് തിയറി തെറ്റാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ കൂലിയും വിലയും ലാഭവും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറയും. അധ്വാനത്തിൻ്റെയോ മറ്റേതൊരു ചരക്കിൻ്റെയോ ചരക്കിൻ്റെയോ മൂല്യത്തെ അന്തിമമായി നിർണ്ണയിക്കുന്നത് സപ്ലൈ ഡിമാൻഡുമാണെന്ന് ധാരണ പാടെ തെറ്റാണെന്ന്. അതായത് ഒരു ചരക്കിൻ്റെയും മൂല്യം, വാല്യൂ നിർണ്ണയിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണെന്നുള്ള ധാരണ തെറ്റാണെന്നൊരു കോട്ട് അദ്ദേഹം കാണിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ഈ പ്രസൻറ്റേഷൻ ഫുൾ ഇങ്ങനെ ലേബർ തിയറി ഓഫ് വാല്യൂ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ പുസ്തകത്തിൽ ഇങ്ങനൊരു കോട്ടും കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ കോട്ട് ഇങ്ങനെയാണ്: അധ്വാനത്തിൻ്റെ മൂല്യത്തിൻ്റെ പരിധികളെ സംബന്ധിച്ചാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ തീരുമാനിക്കപ്പെടുന്നത് എപ്പോഴും സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ആശ്രയിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, തൊഴിലുടമ നേടുന്ന മിച്ചമൂല്യത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് അധ്വാനശേഷിയുടെ ആവശ്യകതയും ലഭ്യതയും, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിന്തരിടതും. എന്തത് മാർഷലിൻ്റെ കത്രികയാണ്. ഈ പറഞ്ഞു വന്നിട്ട് അവസാനം ഇവിടെ എത്തി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എല്ലാ വലിയ സിദ്ധാന്തമൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ബേസിക്കലി അദ്ദേഹം പറഞ്ഞത് നോക്കൂ, കാൾ മാർക്സ് ആദ്യം പറഞ്ഞു മൂല്യം അന്തിമമായി നിർണ്ണയിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡാണ് എന്ന് പറയുന്നത് തെറ്റാണ്.
പിന്നെ കുറേ പേജുകൾ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് മൂല്യത്തിൻ്റെ പരിധികളെ സംബന്ധിച്ചാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ തീരുമാനിക്കപ്പെടുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അപ്പം ആദ്യം സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ പറഞ്ഞു സപ്ലൈ ആൻഡ് ഡിമാൻഡ് വേണം നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ പിന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലേ, യുറേക്ക വി ഫൗണ്ട് എ കോൺട്രഡിക്ഷൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം. എന്താണ് ഇതിൻ്റെ വസ്തുത? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്സിൻ്റെ ലേബർ തിയറി ഓഫ് വാല്യൂ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു വിമർശനമാണ്. ലേബർ തിയറി ഓഫ് വാല്യൂ സപ്ലൈ ആൻഡ് ഡിമാൻഡിന് വിരുദ്ധമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിമർശനം വരുന്നത്. അങ്ങനെയാണോ? സപ്ലൈ ആൻഡ് ഡിമാൻഡും വാല്യൂവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ നിരാകരിക്കുന്നല്ല ലേബർ തിയറി ഓഫ് വാല്യൂ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവം വാല്യൂവിന് ചുറ്റും ഇങ്ങനെ ഓസിലേറ്റ് ആകുമെന്നും അതുകൊണ്ട് ടെമ്പററിലി പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വാല്യൂവിന് മുകളിലോ വാല്യൂവിന് താഴെയോ വരാം എന്ന് തന്നെയാണ് ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ കാൾ മാർക്സും പറയുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുക, ഈ വളരെ മെക്കാനിക്കലായിട്ട് ഈ ചില മതവിമർശക പരിപാടികൾ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ തിയോളജിക്കൽ ചർച്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇന്ന ഗ്രന്ഥത്തിൻ്റെ 5:10 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഗ്രന്ഥത്തിലെ 5:30 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 4:32 ഇതാണ് പറഞ്ഞിട്ടുള്ളത്, 10:20 ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ചില വാഗ്വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം എടുത്ത് 2 കോട്ടുകൾ എടുത്ത് കാണിക്കുക എന്നതിനപ്പുറം ഈ പുസ്തകം എന്തിനെ പറ്റിയാണ്, എന്താണ് അവിടെ സംസാരിക്കപ്പെടുന്നത്, അതെന്താണ് അവിടെ ചെയ്യുന്നത്, ആ ചാപ്റ്റർ എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനം ഇല്ലാതെയാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്നതാണ് എൻ്റെ വിമർശനം. ആദ്യം ഞാൻ ഈ പുസ്തകം എന്തിനെ പറ്റിയാണെന്ന് പറയാം. ഈ പുസ്തകത്തിൻ്റെ പേര് വാല്യൂ, പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ്. ഇത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ സംഘടനയിൽ കാൾ മാർക്സ് നടത്തിയ കുറേ ലെക്ചേഴ്സ് ഉണ്ട്, കുറേ പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണത്തെ ബേസ് ചെയ്തുണ്ടാക്കിയ PDF ആണ്. ആൻഡ് ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ജോൺ വെസ്റ്റൺ എന്ന് പറയുന്ന ഒരു ഫെല്ലോ, അല്ലെങ്കിൽ ആ സംഘടനയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിൽ മെമ്പർ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ വാദം എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനുകളും തൊഴിലാളി സംഘടനകളും കൂലി കൂടുതൽ ചോദിക്കുന്ന പരിപാടി തടയണം, അല്ലെങ്കിൽ അത് ശരിയല്ല. കാരണം നമ്മൾ കൂലി കൂടുതൽ വേണം എന്ന് പറഞ്ഞ് സമരം നടത്തി കൂലി കൂടുതൽ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമെന്നും ആ ഇൻഫ്ലേഷൻ കാരണം ഇവഞ്ച്വലി തൊഴിലാളികൾക്ക് നഷ്ടമേ സംഭവിക്കത്തുള്ളൂ. കാരണം അവർക്ക് കിട്ടിയ കൂടുതൽ കൂലി അവർക്ക് കൂടുതൽ ചിലവാക്കേണ്ടി വരും, അപ്പോൾ അവർക്കൊന്നും കിട്ടുകയില്ല എന്നൊരു വാദം ജോൺ വെസ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തി വെച്ചിരുന്നു. അപ്പോൾ ജോൺ വെസ്റ്റൺ പറയുന്ന വാദം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ജോൺ വെസ്റ്റൺ പറഞ്ഞ വാദങ്ങളെ അഡ്രസ്സ് ചെയ്ത് അഭിമുഖീകരിച്ചുകൊണ്ട് കാൾ മാർക്സ് നടത്തുന്ന പ്രഭാഷണമാണ് ഈ ബുക്കായി വന്നിട്ടുള്ളത്. അപ്പോൾ കാൾ മാർക്സ് ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേബർ തിയറി ഓഫ് വാല്യൂ അദ്ദേഹം അതിനകത്ത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി തന്നെ, വാല്യൂവും പ്രൈസും 2 സംഭവമാണ്. വാല്യൂ എന്നത് പ്രൈസ് എന്നത് ടെമ്പററി സപ്ലൈ ആൻഡ് ഡിമാൻഡുമായിട്ട് ഫ്ലക്ച്വേറ്റ് ആകുന്നുണ്ട്. വാല്യൂ അങ്ങനെയല്ല. നിങ്ങൾക്ക് കിട്ടുന്ന കൂലി ബേസിക്കലി നിങ്ങളുടെ അധ്വാന ശക്തി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംഭവമാണ്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതാണ് ആ ആദ്യ കോട്ടുകളിലൊക്കെ അദ്ദേഹം ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം അവസാനം ഈ വേജസ് അല്ലെങ്കിൽ കൂലി നമുക്ക് നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അവിടെ ഈ തൊഴിലാളികളും ക്യാപിറ്റലിസ്റ്റുകളും തമ്മിലുള്ള സംഘർഷം, വേതനത്തിന് വേണ്ടിയുള്ള സംഘർഷം, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ചാപ്റ്റർ ഇതാണ്, ചാപ്റ്റർ 14, സ്ട്രഗിൾ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ ആൻഡ് ഇറ്റ്സ് റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ആകുമ്പോഴാണ് ഈ 2ാമത്തെ കോട്ട് വരുന്നത്. ഈ 2ാമത്തെ കോട്ടിൽ നിങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, ഫുൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൂലിയെ പറ്റിയാണ് പറയുന്നത്. ഇത് കോൺട്രഡിക്ഷൻ അല്ല, ഇത് കൂലിയെ പറ്റിയാണ് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ലിമിറ്റുകളുണ്ട് എന്നത്. കൂലിക്ക് 2 ലിമിറ്റുകളുണ്ട്. ഒന്ന് താഴത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് അധ്വാന ശക്തി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ലാഭം. ഈ 2 ലിമിറ്റുകൾക്ക് ഇടയിൽ മാത്രമേ കൂലി കൊടുക്കാൻ പറ്റത്തുള്ളൂ ക്യാപിറ്റലിസ്റ്റിന്. കാരണം അധ്വാന ശക്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മൂല്യത്തിൽ താഴെ നിങ്ങൾക്ക് കൂലി കിട്ടുകയാണെങ്കിൽ ആ തൊഴിലാളിക്ക് ആ സമൂഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആ തൊഴിലാളിക്ക് ആ വേതനം വെച്ചിട്ട് അവിടെ ഒന്നും മേടിക്കാൻ പറ്റാതെ വരും. ലോങ് റണ്ണിൽ, ഇൻ ദ ലോങ് റൺ ആ തൊഴിലാളിക്ക് ജീവിക്കാൻ പറ്റാതെ വരും. ലാഭത്തിന് മുകളിൽ കൂലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ദ ലോങ് റണ്ണിൽ ക്യാപിറ്റലിസ്റ്റിന് നഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് ഈ 2 ലിമിറ്റുകളുടെ സെറ്റിൽമെൻറ്റാണ് നടക്കുന്നത്. അതായത് ബെയർ മിനിമം ടു സർവൈവും ആൻഡ് മാക്സിമം പ്രോഫിറ്റും, ഈ 2 ലിമിറ്റിൻ്റെ ഇടയിലാണ് കൂലി സെറ്റിൽ ആവപ്പെടുന്നത്. ഈ സെറ്റിൽമെൻറ്റ് നടക്കുന്നത്, ആക്ച്വൽ കൂലി നിർണ്ണയിക്കപ്പെടുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. അത് ലേബർ തിയറി ഓഫ് വാല്യൂയുടെ കോൺട്രഡിക്ഷൻ ആണോ? അല്ല. ലേബർ തിയറി ഓഫ് വാല്യൂ പ്രകാരം എല്ലാ ചരക്കുകളുടെയും മൂല്യം എന്ന് പറയുന്നത് എന്താണ്? ആ ചരക്കുണ്ടാക്കാനുള്ള സമൂഹത്തിൻ്റെ സോഷ്യലി നെസസറി ലേബർ ടൈമാണ്. ഇവിടെ ചരക്കെന്താണ്? തൊഴിലാളിയുടെ അധ്വാന ശക്തി. അപ്പോൾ തൊഴിലാളിയുടെ അധ്വാന ശക്തി ഉണ്ടാക്കാനുള്ള സോഷ്യലി നെസസറി ലേബർ ടൈം, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ തൊഴിലാളികളെ ഉണ്ടാക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അവർക്ക് ഒരു ജീവിതം നൽകാനും അവർക്ക് ആ സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള സമൂഹം എടുക്കുന്ന അധ്വാന സമയമാണ് ലേബർ പവറിൻ്റെ മൂല്യം. അപ്പോൾ അതാണ് ബെയർ മിനിമം നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പറ്റുന്നത്
ഇതാണ് നിങ്ങൾക്ക് കൂലിയായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പറ്റുന്നത് ലാഭത്തിൻ്റെ അപ്പർ ലിമിറ്റാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സെറ്റിൽമെൻ്റ് ആണ് നടക്കുന്നത്. ഈ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്? കൂലിയുടെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് തൊഴിലാളികൾ എത്രത്തോളം ഉണ്ട് വേഴ്സസ് ആ തൊഴിൽദാതാക്കൾ എത്ര ഉണ്ട് എന്നതിൻ്റെ ബേസിസിലായിരിക്കും. ഇത് ലേബർ തിയറി ഓഫ് വാല്യൂയുടെ കോൺട്രഡിക്ഷൻ ആണോ? അല്ല. ഇതെങ്ങനെയാണ് കോൺട്രഡിക്ഷൻ ആവുന്നത്? ഇതല്ലേ ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത്. ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത് എല്ലാത്തിൻ്റെ മൂല്യം അതാണ്. ആൻഡ് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ടെമ്പററിലി ഈ മൂല്യത്തിന് ചുറ്റും ഇങ്ങനെ ഓസിലേറ്റ് ആയിക്കൊണ്ടിരിക്കും എന്ന് തന്നെയല്ലേ ഈ ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത്. അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ അധ്വാന ശക്തിയുടെ മൂല്യം ഇതാണ്. അത് നിങ്ങളുടെ കൂലി നിർണ്ണയിക്കപ്പെടുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രകാരമായിരിക്കും. നിങ്ങൾക്ക് ആക്ച്വൽ മൂല്യം ഇതാണ്. പക്ഷേ മാർക്കറ്റിൽ നിങ്ങളത് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രൈസ് എന്നതാണ് നിങ്ങളുടെ കൂലി. ആ കൂലി എന്തായിരിക്കും? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസിട്ടായിരിക്കും. ഇതെങ്ങനെയാണ് കോൺട്രഡിക്ഷൻ ആവുന്നത്? ഇത് കോൺട്രഡിക്ഷൻ അല്ല. ദിസ് ഇസ് ലേബർ തിയറി ഓഫ് വാല്യൂ. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കാൾ പോപ്പർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് അതേമാതിരി അദ്ദേഹം കോപ്പി പേസ്റ്റ് ചെയ്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എനിക്ക് യുക്തിവാദികളോട് പറയാനുള്ളത്, കാൾ പോപ്പറിന് മാർക്സിസത്തിൻ്റെ ABCD അറിയില്ല. പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് വിമർശനം നടത്താതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഇദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ. ഈ ടോട്ടൽ 4 വിമർശനങ്ങളാണ്. 2 വിമർശനങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തു. ബാക്കി 2 വിമർശനം ഈ വീഡിയോയിലാണ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് C. രവീന്ദ്രൻ നടത്തിയ ലേബർ തിയറി ഓഫ് വാല്യൂയുടെ വിമർശനങ്ങൾ എടുക്കാം. അത് അടുത്തൊരു വീഡിയോയിൽ എടുക്കാം. നന്ദി.